നാം കരുതുന്നത് പോലെ ഈ കാലഘട്ടത്തെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിലെ ഭരണകർത്താക്കളുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകർച്ച കൊണ്ടല്ല, നീതിന്യായ വ്യവസ്ഥിതികളുടെ തകർച്ച കൊണ്ടല്ല, ഇവിടെ കോടതികൾ ഇല്ലാതിട്ടില്ല, നിയമവ്യവസ്ഥകൾ ഇല്ലാതിട്ടല്ല, പരസ്പര സ്നേഹവും സന്തോഷവും ഇല്ലാതിട്ടല്ല. പക്ഷേ മനുഷ്യന്റെ പാപം മനുഷ്യനെ പിന്നെയും പിന്നെയും ഈ തെറ്റുകളൊക്കെയും ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പാപത്തിന് പരിഹാരം വരണം, മനുഷ്യന്റെ പാപത്തിന് മോചനം ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആത്യന്തികമായ പരിപൂർണമായ ഒരു പരിഹാരം ഉണ്ടാകപ്പെടുകയുള്ളൂ. അതിലേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിപൂർണമായ മോചനം നൽകുവാനുള്ള ഏക പോംവഴി എന്ന് യേശു പറഞ്ഞാൽ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നെ കൂടെ അല്ലാതെ ആരും നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നില്ല, ആർക്കും പാപബോധനമില്ല എന്ന് യേശു പറയടയായി. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യരെ രക്ഷിക്കുന്നു. ഇങ്ങനെ ബൈബിൾ വീണ്ടും പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം. സ്നേഹിത, യേശു ഒരു മതത്തിന്റെയും സ്ഥാപകനായിരുന്നില്ല, യേശു ഒരു സംഘടനയുടെ വ്യക്തമായിരുന്നില്ല, യേശു ഒരു വിപ്ലവകാരിയായിരുന്നില്ല. പലരും യേശുവിനെ ഒരു വിപ്ലവകാരിയായി ഉയർത്തിക്കാണിക്കാറുള്ള ഞാൻ പറയട്ടെ, യേശു ഒരു വിപ്ലവകാരിയായിരുന്നില്ല, യേശു ഒരു വിമോചകനായിരുന്നു. എങ്ങനെയാണ് അവർ വിമോചനം നടത്തിയത്? പാപവ്യക്തമായ ജീവിതം നയിച്ചിരുന്ന, പാപത്തിൽ അടിമത്തത്തിലായിരുന്ന, തെറ്റുകൾ ചെയ്യുവാൻ ഓടി വ്യഗ്രതപ്പെട്ടുകൊണ്ടിരുന്ന, കുറ്റവും കുറ്റവാസനയും കൊണ്ട് നിറഞ്ഞിരുന്ന ആളുകളെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹം കൊണ്ട് കീഴടക്കിയ വിമോചകനായിരുന്നു യേശു ക്രിസ്തു. അതേ സ്നേഹിത, ഒരു ജയിലും പൊളിച്ചല്ല യേശു വിമോചനം നടത്തിയത്, ഒരു അധികാര കസേരയും ഉറപ്പിച്ചുകൊണ്ടല്ല യേശു വിമോചനം നടത്തിയത്, ആരെയും കൊല്ലുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടല്ല യേശു വിമോചനം നടത്തിയത്, ആക്രമിക്കുവാൻ മാറെടുത്തു കൊടുത്തല്ല യേശു വിമോചനം നടത്തിയത്. അവൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉലകചരിത്രത്തെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ട്, വിപ്ലവകാരികളെ, നേതാക്കന്മാരെ, ലോക രാഷ്ട്രങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിലാണ് യേശു ലോകത്തെ കീഴ്പ്പെടുത്തുവാനിടയായത്. വലിയ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നിടത്തോളം വലിയ സ്നേഹമില്ല എന്ന് സകലരും നമ്മെ പഠിപ്പിക്കുമ്പോ, ആരാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുന്നത്? ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറാകുന്നത്? അവരുടെ രക്തത്തിൽ ചവിട്ടിക്കയറി നേതാക്കന്മാരാകുവാൻ, ആ ലീഡേഴ്സ് ആകുവാൻ ആളുകൾ വ്യഗ്രതപ്പെടുമ്പോൾ, സ്വന്തം രക്തം അവസാനത്തുള്ളി രക്തം വരെയും മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റി നൽകി മനുഷ്യന്റെ പാപത്തിന് സമ്പൂർണവും സമഗ്രവുമായ മോചനം നൽകിക്കൊടുത്ത യേശു ഈ സന്ധ്യയിൽ തങ്ങളെ സ്നേഹിക്കുകയാണ്. ആരേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നു, ആരേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നുവോ, ആരേശുവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ, അവരുടെ ജീവിതത്തിൽ നിശ്ചയമായും യേശു വസിക്കുകയും അവൻ ദൈവത്തിന്റെ മകനായി മാറ്റപ്പെടുകയും ചെയ്യും.